നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും അഭിമാനത്തിലുമാക്കി ജീവിപ്പിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഫായിസീങ്ങളിൽ മുത്തക്കികളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, മരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. മരണം എന്ന് പറയുന്നത് മഹാന്മാരായ സത്യവിശ്വാസികളായ ഈമാനും അമലും സ്വാലിഹും ഉള്ളവരുടെ ഏറ്റവും വലിയ സന്തോഷം മരണമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ആധികാരികമായി തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. മരിച്ചുപോയ ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നുകൂടി നമുക്ക് അറിയാൻ അനിവാര്യമാണ്. റസൂലുള്ളാഹി അടക്കം, മുഹീദ്ദീൻ ഷെയ്ഖ് അടക്കം, ചെറുകര ഉസ്താദ് ആയാലും അങ്ങനെയാണെങ്കിൽ അടക്കം എല്ലാവരും മരിച്ചുപോയ മഹാത്മാക്കൾ, അള്ളാഹിന്റെ അടുക്കൽ നല്ല ആളുകൾ ഇപ്പൊ എന്താ ചെയ്യണം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ അവരെ പറ്റി മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആദരിക്കുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ സത്യവിശ്വാസികളായ മുഅ്മിനുകൾ മരിക്കുക എന്ന് പറഞ്ഞാല് കാഫിറുകൾ, സത്യനിഷേധികൾ മരിച്ചു പോകുന്നത് പോലെയല്ല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? കല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി സവാഅൻ. ആ കാഫിറുകളായ സത്യനിഷേധികളായ ആളുകൾ മരണപ്പെട്ടാല് അവര് മുഅ്മിനീങ്ങളെ പോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സവാഅൻ അലൈഹിം, അവർക്ക് സവാഅൻ മഹിയാഹും വ മമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും സമമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം വേണ്ട. അവരുടെ ജീവിതം ഇവരുടെ ജീവിതം പോലെയല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ യഥാർത്ഥ മുഅ്മിനുകളുടെ ജീവിതവും മരണവും സമമാണ്. അവർ ജീവിച്ചിരിക്കുന്നത് എപ്രകാരമാണോ അതിലേറെ അതിശക്തമായ ജീവിച്ചിരിപ്പാണ് മരണശേഷം അവർക്കുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അള്ളാഹിന്റെ റസൂല് മരിച്ചതിന്റെ മൗലൂദ് നമ്മൾ ആരും കൊണ്ടാടാറില്ലല്ലോ. ഉണ്ടോ? മരിച്ചതിന് ആണ്ട മൗലൂദ് നമ്മൾ നടത്തൂല. വഹാബികൾ കളിയാക്കണ. ജനിച്ചത് മാത്രം നിങ്ങൾ കൊണ്ടാടും. കാരണം ഞങ്ങൾക്ക് ജനനത്തിലാ പ്രാധാന്യം. റസൂലുള്ളാഹിന്റെ ജനനവും നമുക്ക് ഖൈറാണ്, മരണവും ഖൈറാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മരണം ദുഃഖമായിട്ട് നമ്മൾ ആചരിക്കൂല. റസൂലുള്ളാഹിന്റെ വഫാത്ത് ദുഃഖമല്ല. കാരണം റസൂലുള്ളാഹിന്റെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പദവി ഉയരലാണ്, റഫീഖുൽ അഅലയിലേക്ക് പോക്കാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ഇപ്പോ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നൊരു ഭൂമി, സ്വർഗത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവന്നിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, മാബൈന മിമ്പരി വ കബരി റൗളത്തും കബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ കബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തോപ്പിൽ നിന്നൊരു തോപ്പാണ്. ഇതൊരു അലങ്കാര പ്രയോഗമല്ല. സ്വർഗത്ത് നിന്ന് അല്ലാഹു തആല കൊണ്ടുവന്നതാ. എന്തിന്? അള്ളാഹിന്റെ റസൂലിന് ഖിയാമത്ത് വരെ ഓഫീസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം വേണം. അത് ഭൂമിയിൽ പറ്റൂല, സ്വർഗത്തിൽ തന്നെ ആവണം. അത് സ്വർഗമാണ്. മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞത് അതിനെന്ത് ചെയ്യും? ഖിയാമത്ത് വരുമ്പോ അത് ആ പ്രദേശം, ആ റൗള സ്വർഗത്തിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യും. അത് ഭൂമിയിലെ സ്ഥലമല്ല. സ്വർഗത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്നതാണ് റസൂലുള്ളാഹിക്ക് ഓഫീസാക്കാനും വിശ്രമിക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ റസൂലുള്ളാഹി അവിടെ കാട്ടണത്? നമ്മുടെ ഇമാമുകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വദദിഹി ഫിൽ ബർസഖി മിനൻ നദിരി ഫീ അഅ്മാലി ഉമ്മത്തിഹി. അല്ലാഹുവിന്റെ റസൂലിന് റൗള ശരീഫിൽ പണി എന്താ? നമ്മൾ ചെയ്ത അമലുകളൊക്കെ പരിശോധിക്കുക. നിക്കരിച്ചോ, ശരിയായിട്ടുണ്ടോ, ചെറുത്തും പള്ളൊക്കെ ഒത്തിട്ടുണ്ടോ, വേണ്ട രൂപത്തിലായിട്ടുണ്ടോ, കുഴപ്പം വല്ലതും ഉണ്ടോ എന്നൊക്കെ ആര് പരിശോധിക്കും? അല്ലാഹുവിന്റെ റസൂല് പരിശോധിക്കും. റസൂലുള്ളാഹി നമ്മുടെ അമലുകൾ പരിശോധിക്കുക. ഇത്തിബാ ഉള്ള അമലാണോ, ഇത്തിബാ ഇല്ലാത്ത അമലാണോ, അതോ പുരോഗതി പ്രാപിച്ചതാണോ, അതോ യാന്ത്രിക ഇബാദത്താണോ എന്നൊക്കെ റസൂലുള്ളാഹി നോക്കും. എന്നിട്ട് അതിന്റെ പുറമെ പാപം ചെയ്ത പാപികൾ ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാൻ ആരാവശ്യപ്പെടും? റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹിനോട് കേൾക്കും. അവര് പുറത്തു കൊടുക്കണം. റബ്ബേ, അവൻ എന്റെ മുഅ്മിനാണ്, അവന് പറ്റിയ തെറ്റ് നീ പൊറുക്കണം എന്ന് റസൂലുള്ളാഹി ദുആർക്കും. മുസ്ലിമീങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ബലായികള്, മുസീബത്തുകള്, അവർക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന രോഗങ്ങള്, പരീക്ഷണങ്ങള്, ബലായികള്, ഇത്തരം ബലായികൾ നീക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ദുആർക്കും. പിന്നെയോ റൗള ഷരീഫിൽ സ്ഥിരമായിട്ട് അവിടെ കിടക്കൊന്നുമല്ല. പിന്നെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും റസൂലുള്ളാഹി തങ്ങൾ പോകും, പോയി മടങ്ങും. അത് പൊറ്റിയിലായാലും തോണിപ്പാടത്തായാലും കോഴിക്കോടായാലും എവിടെയായാലും റസൂലുള്ളാഹി തങ്ങൾ പോകും. വരണം, നമുക്കും റസൂലുള്ളാഹിനെ കിട്ടണം.
അതിനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനാ റസൂലുള്ള പോണത് അതും കൂടി നമ്മൾ നോക്കണം. റസൂലുള്ളാഹി തങ്ങൾ ഫി അഖ്താരിൽ അർളി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ ചെല്ലും. എന്തിന്? ബി ഹുലൂലിൽ ബർക്കത്തി ഫീഹ, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് ആ നാട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി വന്നു കിട്ടിയാൽ കഴിച്ചതായല്ലോ. 10 ലക്ഷം ആളുകൾ ഒരാളുടെ പേരിൽ മയ്യത്ത് നിൽക്കരിച്ചു ഒന്നിരിക്കട്ടെ. അതാണോ വലുത്? ഒരു 3-4 ആളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി ഉണ്ടായിരുന്നു, അതാണോ വലുത്? അതിനും വേണ്ടി റസൂലുള്ളാഹി വരും. നോക്കണം, വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഔ ഹുദൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തി, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ നല്ല മനുഷ്യന്മാരും മരിക്കുമ്പോ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ആര് വരും? റസൂലുള്ളാഹി തങ്ങൾ വരും. അതാണ് ഭാഗ്യം. അല്ലാണ്ട് 10 ലക്ഷം ആളുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. പന്നിക്ക് ഒറ്റ പ്രസവത്തിന് 20 10 ഒക്കെ ഉണ്ടാവും. കൊണ്ടെന്ത് കാര്യം? ഒട്ടകത്തിന് ഒന്നേ ഉണ്ടാവുള്ളൂ, മതി എന്നതുപോലെയാണ് റസൂലുള്ളാഹിനെ കിട്ടണം. നമ്മുടെ ജനാസ സംസ്കാരത്തിന് ആര് വരണം? റസൂലുള്ളാഹി വരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ റസൂൽ കമാ വറദത് ബിദാലിക്കൽ അഹാദീസു വൽ അഖ്ബാറു, ഇങ്ങനെ തന്നെ ഒരുപാട് ഹദീസുകളിലും ഒരുപാട് ഖബറുകളിലൊക്കെ ഈ വിഷയം വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഫതാവൽ കുബ്ര 2-ാം വാള്യം 136-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വെറുതെ ഇരിക്കല്ല. റസൂലുള്ളാഹി പോണ്ടോടത്തൊക്കെ പോണുണ്ട്, കാണേണ്ടവരെ കാണുന്നുണ്ട്. നമ്മുടെ വീടുകളിലുള്ള റസൂല് വരണം. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടണം. അതിന് റസൂലുള്ളാഹി ആയിട്ട് ആത്മീയമായ ബന്ധം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മാത്രമുള്ള അവസ്ഥയൊന്നുമല്ല. മഹാന്മാരായ ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വ്യത്യാസം അത് മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു. ഡൽഹിയിൽ ജാമിയ റഹീമിയ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അറബി കോളേജ്. അതിന്റെ മുറ്റത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ മുറ്റത്താണ് മഹാനവറുകൾ ഖബറുള്ളത്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുത്തിന് അദ്ദേഹത്തോട് നമ്മൾ ഈ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. വലിയ മഹാനാണ്, ഒരുപാട് കറാമത്തുകളും സ്ഥാനമുള്ള വലിയ പണ്ഡിതനാണ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി. കഥ പറയാൻ സമയമില്ലാത്തോട് ചുരുക്കം ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. ആ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന കിതാബ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യൻ മരിച്ചാൽ അൽ ഇൻസാനു ഖദ് യകൂനു ഫീ ഹയാത്തിഹി ദുനിയ, ഒരു മനുഷ്യൻ ജീവിതകാലത്ത് അവൻ മശ്ഗൂലൻ ബി ശഹ്വത്തി തുആമി, അവൻ അവന്റെ ഭക്ഷണത്തിനും വേണ്ടി പാടുപെടുകയാണ്. അതിന്റെ ആ അധ്വാനത്തിൽ കർമ്മനിരതനാണ്. വശറാബി, കുടിക്കണം. വൽ ഖിൽമത്തി, ലൈംഗികമായ വികാരം തീർക്കണം. വഇരിഹ, ഇതല്ലാത്ത മിൻ മുഖ്തലയാത്തി തബിയത്തി വറസ്മി, അവന്റെ പ്രകൃതിയുടെയും പതിവിന്റെയും തേട്ടമാകുന്ന ശാരീരികമായ ആവശ്യങ്ങൾ വീട്ടാനുള്ള പ്രവർത്തനത്തിൽ കർമ്മനിരതനാണ് ആര്? ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ. അദ്ദേഹം പറയാ, നമ്മൾ ആലോചിച്ചാൽ തിരിയും. മൂപ്പര് പറഞ്ഞപ്പോ നമുക്കൊരു കിതാബ് ഉദ്ധരിച്ചു തന്നേ ഉള്ളൂ, നമുക്ക് ആർക്കും തിരിയുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയണ പൈതാ മാത്ത, ഇപ്പൊ മരിച്ചാലോ നമ്മളൊക്കെ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോ എന്താ സംഭവിക്കണത്? ഇൻകാത്താത്തിൽ അലാക്കാത്തു, ഈ ഇതൊക്കാണ്ട് മുറിഞ്ഞു പോകും. ഈ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകും. തിന്നാൻ വേണ്ട, കുടിക്കാൻ വേണ്ട, കെട്ടിയോള് വേണ്ട, മക്കള് വേണ്ട, അവരെ പോറ്റണ്ട, വേറെ ഒരു ചിന്ത അവനിക്ക് ഇഞ്ഞില്ല. അവന്റെ ആത്മാവിന് ഇനി എന്തേ ഉള്ളൂ? അള്ളാഹിനെ പറ്റിയുള്ള, അള്ളാഹിന്റെ അടുപ്പത്തിലേക്കുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ അവൻ എവിടേക്ക് മടങ്ങും? അവൻ അവന്റെ പ്രകൃതി സ്വഭാവത്തിലേക്ക്. അള്ളാഹ് പഠിക്കുമ്പോ ഈ ആത്മാവ് എത്ര പരിശുദ്ധമാണോ ആ പരിശുദ്ധിയിലേക്ക് ആര് മടങ്ങും? ഈ മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ മടങ്ങും. എന്നിട്ട് അവൻ എവിടെ പോയി കൂടും? അവൻ ആത്മീയ ലോകത്ത് ചേരും. വലഹിക്ക ബിൽ മലായിക്കത്തി, മലക്കുകളുടെ കൂടെ അഞ്ഞ അവന്റെ വാസം. മനസ്സിലാണല്ലോ? അപ്പൊ ഒറ്റയ്ക്ക് ഒരു മലക്ക് പുറപ്പെടുകയാണ് അവിടുന്ന്. ഒരു മലക്ക് അസ്രായിൽ എന്ന് വെച്ചാൽ ഈ പൊറ്റിയിലൊരാളെ റൂഹിനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ മൂപ്പര് ചോദിക്കും, എവിടേക്കാ അന്ന് പോക്ക്? അപ്പൊ ഞാൻ പൊറ്റിക്ക. ആരെയാ അന്ന് പിടിക്കണത്? ഇന്ന ആളുകളെയൊക്കെ പിടിക്കാൻ എനിക്ക് നിർദ്ദേശം എന്ന് ആരോട് പറയും? ഇയാൾ അറിയും. ഇവരുടെ ഇടയിലായി ഈ മഹാന്മാര് ജീവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. വസ്വാറമിൻഹും, മലക്കിന്റെ കൂടെയാണെന്ന് മാത്രമല്ല, വസാറമിൻഹും, അവരിൽപ്പെട്ട ഒരാത്മാവായിട്ട് ഇവൻ മാറും. അത് ആലമുൽ അംറ്, ആലമുൽ അർവാഹ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലൊരാളായിട്ട് ഈ മരിച്ചുപോയ മഹാത്മാവ്, ബഹുമാനപ്പെട്ട ശൈഖുനെ ആയാലും ഗൗസുൽ ആയാലും ഇവരൊക്കെ ആ മലക്കുകളുടെ കൂട്ടത്തിലായി മാറും.
എന്നിട്ട് ആ മലക്കുകൾക്ക് ബോധനം നൽകപ്പെടുന്നത് പോലെ, അറിവ് നൽകപ്പെടുന്നത് പോലെ ആർക്കും അറിവുകൾ കിട്ടും. ഈ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾക്കും കിട്ടും ഈ വിവരങ്ങളൊക്കെ. നിന്റെ മകൻ ഇന്ന് ഒരു ജുസ് ഓതിയിട്ടുണ്ട്, നിന്റെ മകൻ നിന്റെ കബറിങ്ങൾ വരുന്നുണ്ട്, യാസീൻ ഓതുന്നുണ്ട്, നിന്റെ മകൻ നിനക്ക് വേണ്ടി വരക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി നിന്റെ മക്കള് സദഖ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആരോടും അറിയിപ്പ് കിട്ടും. ഈ മരിച്ചുപോയ ആൾക്ക് ആ മലക്കുകളുടെ ലോകത്ത് വിവരം കിട്ടും. മലക്കുകൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ആരും ഉണ്ടാവും? ഈ ആത്മാവുകളും ഉണ്ടാവും. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ, മശായിഖന്മാരുടെ, താജുൽ ഉലമയുടെ അല്ലെങ്കിൽ ചെറുകർ ഉസ്താദിന്റെ ഒക്കെ ആത്മാവുകൾ പരിശുദ്ധമാണെങ്കിൽ അവരൊക്കെ അവിടെയാണുള്ളത്. ആ മലക്കുകളുടെ കൂട്ടത്തിലാണ് അവരുടെ താമസം എന്ന് മാത്രമല്ല, അവര് പ്രവർത്തിക്കുന്ന പ്രവർത്തികളിലൊക്കെ ഇടപെടും. ആലമുൽ അർവാഹിൽ അവർക്ക് അതിന് ബന്ധപ്പെടാൻ കഴിയും എന്ന് മാത്രമല്ല. എന്നിട്ട് വഫിൽ ഹദീസി, അദ്ദേഹം പറയാ, വഫിൽ ഹദീസി, ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, റഅയ്തു ജഅഫർ ഇബ്നു അബീ ത്വാലിബിൻ യതീറു ഫിൽ ജന്ന മഅൽ മലായികതി ബിജനാഹൈനി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങള് കൊല്ലപ്പെട്ടതിന്റെ ശേഷം പെങ്ങള് വന്നിട്ട്, അദ്ദേഹത്തിന്റെ പെങ്ങള് വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് നിലവിളിച്ചു, എന്റെ ആങ്ങളെ മരിച്ചല്ലോ, കൊല്ലപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് നിലവിളിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിന്റെ ആങ്ങളെ ജഅഫർ സ്വർഗത്തിൽ രണ്ട് മലക്കുകളെ പോലെ രണ്ട് ചിറകുമായിട്ട് മലക്കുകളൊപ്പം സ്വർഗത്തിൽ പറന്നു നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ എവിടേക്കാ അവര് പോണത്? മലക്കുകളിലേക്ക് അവര് പോണത്. ഇവര് മോശക്കാരൊന്നല്ല, ഇവര് അവിടെ ഉന്നതമായ പദവികളിലാണ്. ആ മലക്കുകളോട് കൂടെയാണ് അവർ ബന്ധപ്പെടുന്നത്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ 1-ാമത്തെ വാള്യം 74-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ പറ്റി വിചാരിക്കുന്നവരൊക്കെ മരിച്ചുപോയി, മരിച്ചവർക്ക് അവരിലൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. അവരിതൊക്കെ അറിയുന്നുണ്ട്. നമ്മൾ എവിടെ എന്ത് കാട്ടുന്നു, എന്ത് കാട്ടുന്നില്ല, നമ്മുടെ മശായിഖന്മാരറിയും, താജുൽ ഉലമ അറിയും, നമ്മുടെ ഉസ്താദുമാരറിയും. നമ്മൾ ഇവരൊന്നും അറിയൂല, ഇനിയിപ്പോ അത് മരിച്ചോയില്ല, ഇനിയിപ്പോ മൂപ്പരെ ബോധിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ പോരാ. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് അവർ മരിച്ചു പോയവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക പോലും ചെയ്യരുത്. പറയരുത് എന്നല്ല, വിചാരിക്കുക പോലും ചെയ്യരുത്. അവർ അള്ളാന്റെ അടുക്കൽ ചാപ്പാടും കഴിച്ച് ജീവിക്കണമെന്നാണ്. വെറും ആത്മീയ ജീവിതമല്ല, പിന്നെ തിന്നുന്ന ജീവിതം, ചാപ്പാട് കഴിച്ച് ജീവിക്കുന്നവരാണ് അവര് എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്താ അതിന്റെ അർത്ഥം? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, യഅനി അന്നല്ലാഹ യുഅ്തി ലി അർവാഹിഹിം, അല്ലാഹു തആല ബദരീങ്ങളുടെ അല്ലെങ്കിൽ ശുഹദാക്കളുടെ ആത്മാവുകൾക്ക്, മഹാന്മാരുടെ ആത്മാവുകൾക്ക് അല്ലാഹു തആല ഖുവ്വത്തുൽ അജ്സാദി, ശരീരത്തിന്റെ അതേ പവർ നൽകും. അല്ലാഹു തആല ആത്മാവ് എന്നുള്ള പദവിയല്ല, അവരുടെ ശരീരത്തിന് എന്താണോ പവർ, ആ പവർ ഇവരുടെ ആത്മാവിന് അല്ലാഹു തആല നൽകും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഫയദ്ഹബൂന മിനൽ അർളി വസ്സമായി വൽ ജന്നത്തി ഹൈസു യശാഊന, ഭൂമിയിലും സ്വർഗത്തിലും ആകാശത്തിലും അവർക്ക് എവിടേക്കാ പോണെന്ന് തോന്നുന്നോടൊക്കെ അവർ പോകും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മുടെ വീടുകളിൽ അവർ വരും. നമുക്ക് പറയാൻ പറ്റൂല ഇവർ എന്താണ് ഏതാണ്. സ്വപ്നത്തിൽ കാണുന്നതല്ല ഈ പറയുന്നത്. നമ്മൾ അവരെ കണ്ടോളണമെന്നില്ല. അവർ നമ്മളുടെ അടുക്കൽ വരും. നമ്മുടെ വീടുകളിൽ നമ്മുടെ വാപ്പാര് വരും, നമ്മുടെ മശായിഖന്മാര് നമ്മളെ അന്വേഷിച്ച് വരും. മരിച്ചവർക്ക് നമ്മളെ ബന്ധപ്പെട്ടിട്ട് അവരുടെ കാര്യം നോക്കി പോയി എന്നല്ല മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അവർ ഓരോരുത്തരും അവര് ചെല്ലേണ്ടോടത്തൊക്കെ ചെല്ലും. ഹൈസു യശാഊന എന്ന് മാത്രമല്ല, വയൻസുറൂന ഔലിയാഹും, എന്നിട്ട് അവര് അവരുടെ ഇഷ്ടക്കാരെ സഹായിക്കുകയും ചെയ്യും. മരിച്ചത് കൊണ്ട് സഹായം അവസാനിക്കുന്നില്ല. അവർക്ക് വേണ്ടപ്പെട്ടവർ അവരെന്ത് ചെയ്യും? സഹായിക്കും. അത് ഏത് രൂപത്തിലും ആവാം. നമ്മൾക്കറിയില്ല ഇത് എൻ്റെ ഉസ്താദിന്റെ സഹായമാണ്, എൻ്റെ ഷെയ്ഖുനായുടെ സഹായമാണ്, നമുക്ക് തിരിച്ചറിയില്ല. നമ്മൾ അറിയാത്ത ഭാഗത്ത് കൂടെ അവരൊക്കെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അവരുടെ ശത്രുക്കളെ അവർ തകർക്കുകയും ചെയ്യും, എതിർക്കേണ്ടവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹു തആല അള്ളാഹു ഉദ്ദേശിച്ച തഫ്സീർ മുദ്ഹരി 2-ാം വാള്യം 121-ാമത്തെ പേജിലുള്ള ഉദ്ധരണിയാണ് ഞാൻ ഈ വായിച്ചത്. അപ്പൊ നമ്മൾ മരിച്ചുപോയ ആൾക്കാര് അത് അതോടൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവരെ വിടരുത്. നമ്മുടെ മശായിഖന്മാര് നമ്മളെ വിട്ടു പോകൂല, നമ്മുടെ പ്രയാസങ്ങൾ അവർ കാണാതിരിക്കൂല, നമ്മളെ അവർ സഹായിക്കാതിരിക്കൂല. അവരിവിടെയൊക്കെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം.
അള്ളാന്റെ റസൂല് നീട്ടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ പറയട്ടെ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഖൗലത്ത് ബിൻത് ഹക്കീം റളിയല്ലാഹു അൻഹ എന്നിവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, മൻ നസല മൻസിലൻ ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. നമ്മളൊക്കെ പറയുന്ന ദിക്റല്ലേ ഈ ദിക്ർ. ഒരാൾ ഒരു നാട്ടിൽ, ഞാൻ പൊറ്റിയിൽ വന്ന് ഇറങ്ങി, ബൈക്കിൽ ഇങ്ങനെ വന്നു, പൊറ്റിയിലെത്തിയപ്പോ ഞാൻ കാല് നിലത്ത് വെച്ചു, എന്നിട്ട് എന്ത് പറഞ്ഞു? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ലം യദുറഹു ഷൈഉൻ. റസൂലുള്ളാഹി പറയുന്നത് ലം യദുറഹു ഷൈഉൻ, അവനെ ഒരാളും ഉപദ്രവിക്കൂല, ഒരു പാമ്പ് അവനെ കടിക്കൂല, തേൾ അവനെ കുത്തൂല, ഒരാൾക്കും അവനെ ദ്രോഹിക്കാൻ കഴിയില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവിടെ നിന്ന് അവൻ ഇനി തിരിച്ചു പോകുന്നത് വരെ ഒരു ഉപദ്രവവും അവന് വരൂല. എന്ത് പറഞ്ഞാ മതി? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അത് പറയണം. അതിനപ്പി പറയണത് എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് പറയണം. ഇത് പറഞ്ഞാൽ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എന്താ അവിടെ ഇതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഊദു ബില്ലാഹി എന്നല്ല അവിടെ പറയാൻ പറഞ്ഞത്, അള്ളാഹിനോടല്ല കാവൽ തേടിയത്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി, അള്ളാഹുവിന്റെ പൂർണ്ണമായ, പച്ച മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ പൂർണ്ണമായ വചനങ്ങളോട് ഞാൻ കാവൽ തേടുന്നു. അള്ളാഹിനോടല്ല, അള്ളാഹുവിന്റെ വചനങ്ങളോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ശർരി മാ ഖലഖ, അവൻ പടച്ച എല്ലാറ്റിന്റെ ഉപദ്രവത്തെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു എന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പൊ ആരാണ് ഈ കലിമാത്തുല്ലാഹി തമ്മാത്തി? പൂർണ്ണമായ വചനങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്, എന്താണ്? അതാണ് ഈ പറഞ്ഞ ആത്മാവുകൾ. ആര്? ശൈഖുനായുടെ ആത്മാവ്, അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ ആത്മാവ്, മലായിക്കത്തിന്റെ കൂടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കള്. മനസ്സിലാണ്ട പറഞ്ഞേ? ഇവരാണ് ഈ പറയുന്നവര്. വ്യക്തമായി തന്നെ ഇമാം റാസി, അതിലേറെ വലിയ തഫ്സീർ വേറെ പറയാനില്ലല്ലോ, ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നിങ്ങൾ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞ ഈ വാക്ക് ഇമാം റാസി തഫ്സീറിന്റെ തുടക്കത്തിൽ തന്നെ അഊദു ബില്ലാഹി വിശദീകരിച്ചുകൊണ്ട് പറയാ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞ വാക്ക് ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയ, മനുഷ്യന്മാര് കാവൽ തേടുകയാണ് ഈ വാക്ക് കൊണ്ട്. നമ്മളൊക്കാരാ? മനുഷ്യാത്മാക്കളാണ്. മനുഷ്യാത്മാക്കൾ കാവൽ തേടുകയാണ്. ആരോട്? ആരോടാ കാവൽ തേടുന്നത്? അള്ളാഹിനോടല്ല. ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, പരിശുദ്ധന്മാരായ ഉയർന്നവരായ ആത്മീയമായ ഔന്നത്യം പ്രാപിച്ച മഹാത്മാക്കളോട് കാവൽ തേടുകയാണ്. ആരോട്? ആത്മാക്കൾ, മഹത്വമുള്ള ആത്മാക്കൾ, ജീവിതകാലത്ത് ഒരുപാട് സൽക്കർമ്മം ചെയ്ത് മഹത്വം നേടിയ ആത്മാക്കൾ, അതിനാണല്ലോ മഹാത്മാവ് എന്ന് നമ്മൾ പറയാ. ആ മഹാത്മാക്കളോട് കാവൽ തേടുകയാണ്. എന്ത് കാര്യത്തില്? ഫീ ദഫ്ഇ ശുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ഉൽമാനിയത്തിൽ ഖദിറ, മ്ലേച്ഛമായ ചളിപുരണ്ട ദുഷ്ടാത്മാക്കളുണ്ട് ലോകത്ത്. നമ്മളെന്താ പേര് പറയാ? കുട്ടിച്ചാത്തന്നോ മറ്റെന്നോ ചെയ്ത്താന്നൊക്കെ പറയുന്നില്ലേ? ഈ ദുഷിച്ച ആത്മാക്കളുണ്ട് ലോകത്ത്. ഈ ദുഷിച്ച ആത്മാക്കൾ, അത് മനുഷ്യന്റെ ആത്മാവും പെടാ. RSSകാരൻ, BJPക്കാരൻ, സംഘി ഒക്കെ തന്നെ ദുഷിച്ച ആത്മാക്കളാണ്. ഇവരുടെ ശരീര തൊട്ട് കാവൽ തേടുകയാണ് ഈ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫൽ മുറാദ് അദ്ദേഹം പറയാ, ഫൽ മുറാദ് കലിമാത്തുല്ലാഹി തമ്മാത്തി. അപ്പൊ കലിമാത്തുല്ലാഹി തമ്മാത്തി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തിൽക്കൽ അർവാഹുൽ ആലിയത്തു താഹിറ, പരിശുദ്ധമായ ആ മഹാത്മാക്കളെയാണ്, ഉന്നത ആത്മാക്കളെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവരോട് കാവൽ തേടാനാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നു. അപ്പൊ ദുനിയാവിൽ ആരുണ്ട്? അങ്ങനത്തെ കുറെ ആത്മാവുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അത് ജിന്നുകളാവാം, മനുഷ്യരാവാം, മലായിക്കത്താവാം. പറഞ്ഞു ഈ പരിശുദ്ധാത്മാക്കള്, മഹാത്മാക്കള് പറഞ്ഞത് ആരൊക്കെ ഉണ്ട്? ഒന്നുകിൽ ജിന്നിൽപ്പെട്ടവരാവാം, അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് മരിച്ചുപോയവരുടെ മഹാന്മാരുടെ ആത്മാവുകളാവാം, അല്ലെങ്കിൽ മലായിക്കത്തുകളാവാം. ഏതായാലും ഈ മൂന്ന് കൂട്ടരിലും നല്ല ആത്മാവുകൾ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇദാ ദല്ല അഹദുക്കും ശൈഅൻ, നിങ്ങളിൽ ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് വല്ലതും നഷ്ടപ്പെട്ടു, എവിടെയെങ്കിലും പോയി ഒരു മരുഭൂമിയിലോ ദിക്കറിയാത്ത സ്ഥലത്തോ പോയി വഴിയറിയാതെ പാതിരാ നേരത്ത് കാട്ടിലോ മലയിലോ മരുഭൂമിയിലോ പോയി കുടുങ്ങിയാൽ,
ആരും സഹായിക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി കുടുങ്ങിയ ഒരു മനുഷ്യൻ, അവിടെ ഒരു സഹായം കിട്ടണം എന്ന് വന്നാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഫൽയഖുൽ. ഞാൻ പറഞ്ഞുതരല്ല കേട്ടോ, റസൂലുള്ള പറഞ്ഞുതരുന്നാണ്, പഠിച്ചോളി. ഫൽയഖുൽ, അവൻ പറയട്ടെ, യാ ഇബാദല്ലാഹി അഗീസുനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കണ്ണില് ആരുമില്ല, നമ്മൾ ആരെയും കാണുന്നില്ല. കാണാത്തോണ്ട് അങ്ങനെ വിളിക്കേണ്ടി വന്ന്. നീ കണ്ട അയാളെ വിളിക്കൂലേ? യാ ഇബാദല്ലാ, അള്ളാന്റെ അടിയാറുകളെ, അഗീസുനി, എന്നെ ഒന്ന് സഹായിക്കണേ എന്നവൻ വിളിച്ചു പറയട്ടെ. നിങ്ങൾ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാ, ഫഇന്നലില്ലാഹി ഇബാദൻ, എവിടെ പോയാലും അള്ളാഹ്ക്ക് ചില അടിയാറുകളുണ്ട്, ചില അടിമകളുണ്ട് അള്ളാഹ്ക്ക്. ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണൂല, പക്ഷെ അവർക്ക് നിങ്ങളെ കാണാം, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനത്തെ മഹാത്മാക്കളാണ് നമ്മുടെ മരിച്ചുപോയ മഹാത്മാക്കള്. അവരാരുടെ കൂടെയുള്ളത്? മലക്കുകളുടെ കൂടെയാണ്. അവരുടെ സഹവാസം ആരോടാണ്? മലക്കുകളോടൊപ്പമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത പറഞ്ഞത് എന്താ? ഖുർആൻ, തനസ്സലുൽ മലായികത്തു വറൂഹു, ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു, റൂഹുൽ അമീൻ മലക്കാവാം, ജിബ്രീലാവാം, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുടെ റൂഹുകളാവാം. അങ്ങനെയും തഫ്സീറിലുണ്ട്, രണ്ടർത്ഥമുണ്ട്. ഏതായാലും റൂഹുകളും ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. ആ ദിവസത്തിന്റെ വലിപ്പം അതാ. അപ്പൊ നമ്മുടെ മഹാത്മാക്കൾ നമ്മുടെ വീട്ടിൽ വരുന്ന ദിവസം അത്. അപ്പൊ ഇവര് നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കും, അവർക്ക് ലോകത്ത് എവിടെയും പോകാൻ കഴിയും, അവര് നമ്മളെ സഹായിക്കും. അവരോട് സഹായം ചോദിക്കാൻ ആരാ പഠിപ്പിച്ചത്? റസൂലുള്ള പഠിപ്പിച്ചതാ. വഹാബികൾ അത് ശിർക്കാക്കി. കാരണം അവര് മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വന്നവരും റസൂലുള്ളാഹി തങ്ങൾ മുശ്രിക്കുകളെ മൂമിനാക്കാൻ വന്ന ആളാ. വ്യത്യാസം ഉണ്ടല്ലോ. അവർക്ക് പണി എന്താ? മുശ്രിക്കുകളെ മൂമിനീങ്ങളെ മുശ്രിക്കാക്കല. റസൂലുള്ള എന്തിനു വന്നതാ? മുശ്രിക്കുകളെ മൂമിനാക്കാൻ വന്ന ആളാ. നേരെ എതിരാ പിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ് നമ്മ കേട്ടാ മതി, ഇവര് പറഞ്ഞ് കേൾക്കണ്ടല്ലോ. അല്ലാതെ റസൂല് പറഞ്ഞത് യാ ഇബാദല്ലാ അഗീസുൻ. ഇതിന്റെ പേരിൽ അപ്പോ മുജാഹിദ് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ ഹദീസാ തെളിവ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് ഇത് തള്ളാൻ പറ്റൂല. ഹദീസ് സ്വഹീഹാണ്. ഇത് തള്ളിക്കള. മുമ്പൊക്കെ അവര് ഹദീസ് അങ്ങ് ചാടിക്കിടക്കല. അവിടെ എത്തുമ്പോ അത് വായിക്കൂല. ഇപ്പൊ വായിച്ചു നോക്കുമ്പോ കുടുങ്ങി. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ജിന്ന് ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മളൊന്നും കാണാത്ത അള്ളാന്റെ പടപ്പുകളാരാ? ജിന്നുകൾ എന്നല്ലേ. അവർ നമ്മളെ സഹായിക്കും, നമ്മുടെ അപകടങ്ങളിൽ അവർ രക്ഷപ്പെടുത്തും. അപ്പൊ നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോ അവരോടൊക്കെ സഹായം എന്താടാ? അതുകൊണ്ട് അത് ശിർക്കൊന്നും വരൂല. അത് റസൂലുള്ള പഠിപ്പിച്ച. അതായത് ഞാൻ ചുരുക്കട്ടെ, വമയതവല്ലല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും വല്ലദീന ആമനൂ, സത്യവിശ്വാസികളെയും ഔലിയാക്കളാക്കിയാൽ, സഹായികളാക്കിയാൽ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അള്ളാഹുവിന്റെ കക്ഷി അവരാണ്, അള്ളാഹിന്റെ കക്ഷിക്കാർ വിജയിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ ആ വിജയിക്കുന്ന കക്ഷികളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മരിച്ചുപോയ മശായിഖന്മാര്, ഗൗസുൽ മാസമാണ്. അതേപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, നമ്മുടെ ഉണ്ണി ഉസ്താദ്, അതേപോലെ മൗലിയര്, അതേപോലെ ചെറുകർ ഉസ്താദ് തുടങ്ങിയ മഹാന്മാര്, ഇവരുടെയൊക്കെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല നമ്മളെ ഇരു വീട്ടിലും വിജയിപ്പിക്കുമാറാവട്ടെ. അവരോടുകൂടെ നമ്മെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ഹക്ക് കൊണ്ട്, അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണമേ തമ്പുരാനെ. ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണമേ തമ്പുരാനെ. നല്ല ഉദ്ദേശങ്ങളൊക്കെ വീട്ടി തരണമേ തമ്പുരാനെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതിദതിനാ വലിമശായിഖിനാ വലിമൻ മാതു മിന്നാ വലിമൻ ദുഫിനു ഫീ മഖ്ബറതിനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല